സൈക്യാട്രിസ്റ്റിൻ്റെ അടുക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഭ്രാന്ത്. മെൻ്റൽ ഇൽനെസ് മൊത്തം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 1-2% ഉള്ളൂ ഈ ഭ്രാന്ത് എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം ഉത്കണ്ഠ, അമിതമായിട്ടുള്ള ഉത്കണ്ഠ, അമിതമായിട്ടുള്ള ഡിപ്രഷൻ, പിന്നെ ഒബ്സസീവ് ഡിസോർഡർ എന്നൊക്കെ പറഞ്ഞ കുറേ രോഗങ്ങളുണ്ട്. ഒരു സൈക്യാട്രിസ്റ്റിനെ കാണുന്നതിന് മനുഷ്യൻ എന്തിനും മടിക്കുന്നു. അതാണ് ഒരു പ്രശ്നം. സമൂഹത്തിലെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. എൻ്റെ കുട്ടിക്ക് അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ എൻ്റെ അച്ഛന് അമ്മയ്ക്ക് രോഗമുണ്ടെന്ന് എനിക്ക് പരിപൂർണമായിട്ട് ബോധ്യമുണ്ടെങ്കിൽ പോലും ഞാനൊരു സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകാൻ മടിക്കും. കാരണം അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഭ്രാന്തിന് കൊണ്ടുപോകുകയാണെന്നുള്ളൊരു ധാരണ വന്നുകൂടുന്നു. സമൂഹം എന്നെ കാണുന്നത് അപ്പം ഭ്രാന്തനായിട്ടാണ്, അല്ലെങ്കിൽ എൻ്റെ അച്ഛനെ കാണുന്നത് ഭ്രാന്തനായിട്ടാണ് എന്നുള്ള ഒരു അവസ്ഥ വരുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സൈക്യാട്രിസ്റ്റിനെ കാണിക്കാതെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും, ബാക്കി ചികിത്സകളെല്ലാം ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു അവജ്ഞ, സ്റ്റിഗ്മ എന്ന് പറയും. മാനസിക രോഗികളോട് മൊത്തത്തിലൊരു സ്റ്റിഗ്മയാണ്. വാസ്തവത്തിൽ നമ്മൾ മുമ്പേ പറഞ്ഞ ഈ ഭ്രാന്ത് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അതൊരു 1-2% ഓഫ് മെൻ്റൽ ഇൽനെസ്സേ ഉള്ളൂ. മെൻ്റൽ ഇൽനെസ് മൊത്തം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 1-2% ഉള്ളൂ ഈ ഭ്രാന്ത് എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം ഉത്കണ്ഠ, അമിതമായിട്ടുള്ള ഉത്കണ്ഠ, അമിതമായിട്ടുള്ള ഡിപ്രഷൻ, പിന്നെ ഒബ്സസീവ് ഡിസോർഡർ എന്നൊക്കെ പറഞ്ഞ കുറേ രോഗങ്ങളുണ്ട്. അതാണ് ബാക്കിയെല്ലാം. അപ്പോൾ എല്ലാ രോഗങ്ങളെയും ഒരേ കണ്ണുകൊണ്ടാണ് മനുഷ്യൻ കാണുന്നത്. സൈക്യാട്രിസ്റ്റിൻ്റെ അടുക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഭ്രാന്ത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ മരുന്ന് തരും. ഭ്രാന്ത് ചികിത്സിക്കുന്ന ഏത് രോഗം ചികിത്സിക്കണമെങ്കിൽ മരുന്നും വേണം, മന്ത്രവും വേണം എന്ന് പറയുന്ന പോലെ. മന്ത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാഹചര്യ സമ്മർദ്ദങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് ആ സാഹചര്യ സമ്മർദ്ദങ്ങളെ ചികിത്സിക്കണം. അതിനെ നമുക്ക് മന്ത്രമെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ മരുന്നും മന്ത്രവും വേണം എന്നുള്ളത് സത്യമാണ് ശരിക്കും. പക്ഷേ നമ്മൾ മന്ത്രത്തിനെ വേറൊരു രൂപത്തിലാണ് കാണുന്നത്. മറ്റു രൂപത്തിലുള്ള മാജിക്കൽ ചികിത്സകളൊക്കെയാണ്. അപ്പോൾ മരുന്ന് ഉപയോഗിക്കുന്നതിൽ ആൾക്കാർക്ക് വിസമ്മതമാണ്. ഈ മരുന്ന് കഴിച്ചാൽ എല്ലാം തൂങ്ങിയിരിക്കും, അവനൊരു വ്യക്തിയല്ലാതാകും. ഇത് മാധ്യമങ്ങൾ പലപ്പോഴും ഉണ്ടാകും. പണ്ടൊരു സിനിമ ഉണ്ടായിരുന്നു, താളവട്ടം. ഇതൊക്കെ കാണുന്ന ജനങ്ങളുടെ ആ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ സംശയങ്ങൾ കുറച്ചുകൂടെ സ്ട്രോങ് ആവുകയാണ് ചെയ്യുന്നത്. പണ്ട് കാലത്ത് ഇതിനുപയോഗിച്ചിരുന്ന മരുന്നുകൾ പലപ്പോഴും ഭയങ്കര സെഡേഷനും ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടാക്കുന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൽ നിന്ന് കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. ആ പുതിയ മരുന്നുകൾ അങ്ങനെ വലിയ സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാത്തതാണ്. പിന്നെ ആജീവനാന്തം ഇത് കഴിക്കേണ്ടി വരും എന്നുള്ളതാണ് അടുത്തൊരു സംശയം വരുന്നത്. ഈ മുമ്പ് പറഞ്ഞ പോലെ ഈ ഭ്രാന്ത് എന്ന് പറയുന്ന ആ രൂപത്തിലുള്ള രോഗങ്ങൾ, സ്കിസോഫ്രീനിയ ഉദാഹരണത്തിന്, മിക്കവാറും കുറച്ച് ലൈഫ് ലോങ് കഴിക്കേണ്ടി വന്നേക്കാം. മിക്കവാറും, എല്ലാ കേസിലും ഇല്ല. അപ്പോൾ ലൈഫ് ലോങ് മെഡിക്കേഷൻ വേണ്ടതുണ്ടാകും. ഇപ്പം നമുക്ക് ഡയബറ്റീസ് ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചാവുന്നവരെ നമ്മൾ ഡയബറ്റീസിൻ്റെ മരുന്ന് കഴിച്ചേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടെന്ന് കഴിഞ്ഞാൽ അതിനും മരുന്ന് കഴിച്ചേ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ ആ സ്റ്റിഗ്മയാണ്. ഭ്രാന്തൻ, അവനൊരു ഭ്രാന്തനാണ് എന്ന് ഒരു ലേബൽ വരാതിരിക്കട്ടെ എന്ന് ആലോചിച്ചിട്ടാണ് ആൾക്കാർ സൈക്യാട്രിസ്റ്റിലേക്ക് പോകുന്നത്. പക്ഷേ അവനൊരു കാര്യം മനസ്സിലാക്കുന്നില്ല. ഈ പൂച്ച പാൽ കുടിക്കുന്ന സമ്പ്രദായമാണ് നമുക്കെല്ലാം ഉള്ളത്. എൻ്റെ വീട്ടിലെ രഹസ്യം കൂടുതൽ അറിയാവുന്ന അയലത്തെ വീട്ടുകാർക്കാണ്. അവിടെ ഒരു ഭ്രാന്തനുണ്ടെന്നുള്ളത് അവർക്കറിയാം. അവർ 10 പേരോട് പറയും, അവർ വീണ്ടും 10 പേരോട് പറയും. അപ്പോൾ സമൂഹം മുഴുവൻ അറിയാം എൻ്റെ വീട്ടിലൊരു ഭ്രാന്തനുണ്ടെന്നുള്ളത്. അത് മനസ്സിലാക്കാതെയാണ് നമ്മൾ ഈ ചികിത്സയ്ക്ക് ഇവരെ വിധേയരാക്കാതെ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്ന അനന്തരഫലം. അതുകൊണ്ട് സൈക്യാട്രിസ്റ്റിനെ കാണുന്നതിന് വലിയ നാണക്കേട് തോന്നേണ്ട ആവശ്യമില്ല. വെളിയിലുള്ള രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ വളരെ സാധാരണമായൊരു രീതിയാണ് സൈക്യാട്രിസ്റ്റിനെ കാണുക എന്ന് പറയുന്നത്. നമ്മുടെ ഇവിടെ മാറിയിട്ടുണ്ട്, വളരെ വ്യത്യാസമുണ്ട്. പക്ഷേ ഇപ്പോഴും ഉണ്ട്, ഇല്ലെന്ന് പറയാൻ